റൂമിനുള്ളിലെ കൊറോണ രോഗി. മാർക്കറ്റിൽ പോയി റൂമിലേക്ക് കയറുന്നതിനിടെയാണ് റൂമിന് പുറത്തു നിൽക്കുന്ന ജോണേട്ടനെ ശ്രദ്ധിച്ചത്. അദ്ദേഹം ദുഃഖിതനാണ്. എന്താ എന്താ ഇവിടെ നിൽക്കുന്നത്? റൂം കയറുന്നില്ലേ? നീ അവിടെ നിന്ന് നിന്നേ. എന്താ കാര്യം? നമ്മുടെ കരീമിന് നല്ല പനി, ചുമയുണ്ട്. എനിക്കെന്തോ പേടി. അത് പേടിക്കാനൊന്നും ഉണ്ടാവില്ലെന്നേ. അങ്ങനെ സമാധാനിക്കാം. പക്ഷേ നമ്മൾ ഈ റൂമിൽ 10 പേരാണ്. ഒരാൾക്ക് വന്നാൽ മതി, അറിയാലോ. ജോണേട്ടൻ്റെ പേടിച്ചരണ്ട മുഖം കണ്ടതും ഞാനാകെ അസ്വസ്ഥനാകാൻ തുടങ്ങി. കരീമിക്കയ്ക്ക് എൻ്റെ ഉപ്പയുടെ പ്രായമുണ്ട്. എല്ലാവരോടും മാന്യമായും സൗമ്യമായും മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. വെറുമൊരു സംശയം കൊണ്ട് മാത്രം അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നത് ക്രൂരതയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ശരിക്കും അദ്ദേഹം രോഗബാധിതനാണെങ്കിലോ? ഞാൻ കുടുംബത്തെക്കുറിച്ചോർത്തു, മക്കളെക്കുറിച്ചോർത്തു. ബെഡിൽ കിടന്നുറങ്ങുന്ന കരീമിക്കയെ ഉണർത്താതെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. പലചരക്കു സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിനു ശേഷം റൂമിന് പുറത്തേക്ക് പതിയെ ചുവട് വെച്ച് നടക്കാൻ തുടങ്ങിയതും, റാഫിയെ, എങ്ങോട്ടാ ഈ നേരത്ത്? ഒന്നുമില്ലക്ക, ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ. ആരെയും കാണുന്നില്ലല്ലോ, അവരെല്ലാം എവിടെ പോയി? അവരാരും വന്നിട്ടില്ല, നിങ്ങൾ കിടന്നോളി, ഞാനിപ്പോൾ വരാം. റൂമിന് പുറത്തേക്ക് എത്തിയതും റൂമിലെ മറ്റു 8 പേരും ആശങ്ക നിറഞ്ഞ മുഖഭാവത്തോടെ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രിയങ്കരനായ സ്നേഹസമ്പന്നനായ ഒരു പാവം വൃദ്ധനെ അവഗണിക്കേണ്ടി വരുന്നതിൻ്റെ നിരാശ എല്ലാവരുടെയും മുഖത്തുണ്ട്. റാഫിയെ, ഇനി എന്താടാ ചെയ്യേണ്ടേ? ആരാ വിളിക്കേണ്ടേ? എനിക്കറിയില്ല, കുറച്ച് സമയം കൂടെ കാത്തു നിൽക്കാം. എന്തായാലും പുള്ളി ഇതിപ്പോൾ അറിയണ്ട. ഇത്തരം സന്ദർഭങ്ങളിൽ വിളിച്ചു പറയേണ്ടവരുടെ നമ്പറുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഞങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് ആ നമ്പറുകളെല്ലാം സ്ക്രോൾ ചെയ്തു നോക്കി. വിളിക്കാനെന്തോ ഒരു മടി പോലെ. പെട്ടെന്നാണ് എൻ്റെ മൊബൈലിലേക്ക് കരീമിക്കയുടെ ഒരു വാട്സപ്പ് സന്ദേശം എത്തിയത്. റാഫിയെ, വിളിക്കേണ്ടവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അതാലോചിച്ച് സങ്കടപ്പെടേണ്ട. നിങ്ങളിപ്പോൾ ചെയ്യുന്നതാണ് ശരി. ഇപ്പോൾ വലുത് നിങ്ങളുടെ സുരക്ഷിതമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റൂമൊക്കെ നന്നായി വൃത്തിയാക്കണം. പുറത്തേക്കൊന്നും ഇറങ്ങരുത്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്നെ കാണാനോ തൊടാനോ വരരുത്. കരീമിക്കയുടെ മെസ്സേജ് വായിച്ചതും ഞങ്ങളെല്ലാവരും കണ്ണീരൊഴുക്കി തല താഴ്ത്തി നിന്നു. ഞങ്ങൾക്കെല്ലാം മടങ്ങി വരാണമെന്നുണ്ട്. ഇവിടെ കിടന്ന് മരിക്കുമെന്ന പേടിയുള്ളതുകൊണ്ടല്ല, പരസ്പരം ഇങ്ങനെ അവഗണിച്ചും സംശയിച്ചും ജീവിക്കാൻ വയ്യാത്തോണ്ടാ. സ്വാതന്ത്ര്യത്തോടെ ഒന്ന് ഉച്ചത്തിൽ ചുമക്കാൻ വരെ പേടിയാവുന്നു. രചന സമീർ ചെങ്ങമ്പള്ളി. അവതരണം മജീദ് കുളിമാടം.